ഈ അസ്ട്രോളജി അസ്ട്രോണമി എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവാത്തത്? അസ്ട്രോണമി എന്ന് പറയുന്നത് ബേസിക്കലി സയൻസ് ആണല്ലോ. അതാണ് നമ്മൾ പ്ലാനറ്ററി സയൻസിനെയൊക്കെയാണ് അസ്ട്രോണമി എന്ന് പറയുന്നത്. അസ്ട്രോളജി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്നറിയോ, നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കും, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഭാവി അറിയാൻ കഴിയാതിരിക്കുക എന്നുള്ളത് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികളുടെയും ഒരു വലിയൊരു പരിമിതിയാണ്. അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. അങ്ങനെ അറിയാൻ കഴിയും എന്നൊരു സജഷൻ ആരെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഇല കാണുന്ന ആട് പോലെ അങ്ങോട്ടങ്ങ് പോകും. അത് ശരിയാണോ തെറ്റാണോ, അതെങ്ങനെ അവർ കണ്ടെത്തി, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത അവിടെ ഉണ്ട്, മനസ്സിന് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. എൻ്റെ കല്യാണം നടക്കുമോ, എനിക്ക് ജോലി കിട്ടുമോ, ഈ ചോദ്യങ്ങൾ തന്നെ നമ്മളെ ശരിക്കും ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും. ആ ഉത്തരങ്ങൾ ഫോൾസ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചരിത്രപരമായി മനുഷ്യൻ അന്വേഷിച്ചിട്ടേ ഇല്ല. ഗുഹാമനുഷ്യൻ തൊട്ട് അവന് ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഉത്തരങ്ങൾ പരിശോധിക്കുന്ന ഒരു രീതിയില്ല. അതാണ് ഇപ്പം സ്വതന്ത്ര ചിന്ത, എത്തിസം, റാഷണലിസം എന്നൊക്കെ പറയുന്നത് ഉത്തരങ്ങളുടെ പരിശോധന കൂടിയാണ്. ഈ ഉത്തരങ്ങളുടെ പരിശോധന ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഓരോരോ കാര്യം. ഇപ്പോൾ എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, ഒരു ഗുണം കൊടുക്കുന്നു, ഇന്ന് കാക്കറി പൂക്കറി അല്ലെങ്കിൽ അള്ളാഹു, കറക്റ്റ്, ഉത്തരം കിട്ടി. ഈ ചോദ്യം കറക്റ്റ് ന്യായമായ ചോദ്യങ്ങളാണ്, പക്ഷേ ഉത്തരങ്ങൾ പലതും വളരെ വിലക്ഷണമായ ഉത്തരങ്ങളാണ്. മതത്തിൽ അങ്ങനെയാണ് പൊതുവിൽ നടക്കുന്നത്.